പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 30. പ്രധാന വാർത്തകൾ. ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിൽ നടക്കുന്ന അറബ് മനുഷ്യാവകാശ സമിതിയുടെ 22ാമത് സെഷനിൽ ഒമാൻ പങ്കെടുത്തു. സുൽത്താനേറ്റിനെ പ്രതിനിധീകരിച്ച് ഒമാൻ മനുഷ്യാവകാശ കമ്മീഷനാണ് സംബന്ധിച്ചത്. സൗദി അറേബ്യയുടെ ആദ്യ ആനുകാലിക റിപ്പോർട്ട് ചർച്ച ചെയ്തു. ചാർട്ടർ കമ്മിറ്റിയുടെ നടപടി, ആനുകാലിക റിപ്പോർട്ടുകൾ വിശകലനം ചെയ്യുന്നതിനുള്ള സംവിധാനം, ചാർട്ടർ കമ്മിറ്റിയുടെ വിദഗ്ധർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്നിവയും അവലോകനം ചെയ്തു. രാഷ്ട്രീയം, സിവിൽ, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക അവകാശങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളും ഉൾപ്പെടും. മനുഷ്യക്കടത്ത് തടയുന്നതിനും ദുർബല വിഭാഗങ്ങൾക്ക് മാന്യമായ ജീവിതം നൽകുന്നതിനുമുള്ള വഴികളും വിശകലനം ചെയ്തു. ദാർസൈത്ത് ഫസ്റ്റ് ചോയ്സ് ബിൽഡിംഗ് അയൽക്കൂട്ട സംഗമം റൂവി സ്റ്റാർ ഓഫ് കൊച്ചിനിൽ നടന്നു. വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പ്രവാസ ജീവിതത്തിലെ മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കാൻ ഇത്തരം കൂട്ടായ്മകൾ ഏറെ ഗുണകരമാവുമെന്ന് സംഘാടകർ അഭിപ്രായപ്പെട്ടു. കവിത പ്രദീപ് അധ്യക്ഷത വഹിച്ചു. സബിത ലിജു പരിപാടിക്ക് നേതൃത്വം നൽകി. അനുശ്രീ പ്രദീപ് സ്വാഗതവും റാഫിയ മുഹാജിർ നന്ദിയും പറഞ്ഞു. മത്സ്യബന്ധന നിയമം ലംഘിച്ചതിന് 9 പ്രവാസികളെ അൽവുസ്ത ഗവർണറേറ്റിൽ നിന്ന് അറസ്റ്റ് ചെയ്തതായി കൃഷി, ഫിഷറീസ്, ജലവിഭവ മന്ത്രാലയം അറിയിച്ചു. ഗവർണറേറ്റിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് അഗ്രികൾച്ചർ, ഫിഷറീസ്, വാട്ടർ റിസോഴ്സസ്, കോസ്റ്റ് ഗാർഡ് പോലീസുമായി സഹകരിച്ച് മാഹൂത്ത് വിലായത്തിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. നിരവധി മത്സ്യബന്ധന ബോട്ടുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. നിയമ നടപടി ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. രാജ്യത്തിന്റെ നഗരവികസനത്തിൽ പുത്തൻമുഖമായി മാറുന്ന സുൽത്താൻ ഹൈതം സിറ്റിയിൽ ഫ്യൂച്ചറിസ്റ്റിക് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികൾക്ക് തുടക്കമിട്ട് ഭവന നഗര ആസൂത്രണ മന്ത്രാലയം. സുൽത്താൻ ഹൈതം സിറ്റിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്കായി ഒപ്പുവെച്ചതോടെയാണ് പുതിയ ഐക്കോണിക് നഗര ഭൂപ്രകൃതിക്കായി മന്ത്രാലയം തുടക്കം കുറിച്ചിരിക്കുന്നത്. സീബ് വിലായത്തിൽ ഒരുങ്ങുന്ന ഹൈതം സിറ്റിയിൽ 14.8 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്ന സാംസ്കാരിക, മത, വാസ്തുവിദ്യ, സിവിൽ എന്നിങ്ങനെയുള്ള നിരവധി കെട്ടിടങ്ങളിലൊന്നാണ് നിർദ്ദിഷ്ട ഫ്യൂച്ചറിസ്റ്റിക് യൂണിവേഴ്സിറ്റി. ഇത് സ്ഥാപിക്കുന്നതിന്റെ ആദ്യപടി എന്ന നിലയിൽ പുതിയ വിദ്യാഭ്യാസ ലാൻഡ്മാർക്കിന്റെ രൂപകൽപ്പനയ്ക്കും മേൽനോട്ടത്തിനുമായി കൺസൾട്ടൻസി സേവനങ്ങൾ നൽകുന്നതിനുള്ള കരാറിനായി യോഗ്യതയുള്ള അന്താരാഷ്ട്ര കൺസൾട്ടന്റുമാരിൽ നിന്ന് മന്ത്രാലയം ടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2024 ഫെബ്രുവരി 6 രാജ്യത്തിന്റെ വ്യത്യസ്ത സവിശേഷതകൾ ഉയർത്തിക്കാട്ടി സുൽത്താനേറ്റിനോടുള്ള തങ്ങളുടെ പ്രണയം ചിത്രീകരിക്കുന്ന 50-ലധികം കലാകാരന്മാരുടെ ചിത്രപ്രദർശനം ഫോർ ദി ലവ് ഓഫ് ദി നാഷൻ ഒമാനി സൊസൈറ്റി ഓഫ് ഫൈൻ ആർട്സിൽ തുടക്കമായി. ഒമാനി ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ചെയർമാൻ ഫൈസൽ അൽ റവാസ് ഉദ്ഘാടനം ചെയ്തു. ശില്പങ്ങൾ, പെയിന്റിങ്ങുകൾ, ഗ്രാഫിക്സ്, കൊത്തുപണികൾ, ഡിജിറ്റൽ ആർട്ട് ഉൾപ്പെടെ 100-ലധികം കലാസൃഷ്ടികളുള്ള പ്രദർശനം ജനുവരി 4 വരെ തുടരും. മിക്ക സൃഷ്ടികളും ഒമാനി പ്രകൃതിയെയും പരമ്പരാഗത വസ്ത്രങ്ങൾ, ആചാരങ്ങൾ എന്നിവയെ ചുറ്റിപ്പറ്റിയാണെന്ന് ബെയ്ത്ത് അൽ അഖിൽ ഗ്രൂപ്പിന്റെ മുതിർന്ന ഉപദേഷ്ടാവ് സെയ്ഫ് അൽ അമ്രി പറഞ്ഞു. ഒമാനിലെ മരുഭൂമിയിൽ കാണപ്പെടുന്ന മൃഗങ്ങളെ ചിത്രീകരിക്കുന്ന ഇദ്ദേഹത്തിന്റെ 4 സൃഷ്ടികൾ പ്രദർശനത്തിലുണ്ട്. ധോഫാർ ഗവർണറേറ്റിലെ സലാല തീരത്ത് കത്തിനശിച്ച ചരക്കുകപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട ക്യാപ്റ്റൻ ഞായറാഴ്ച നാട്ടിലേക്ക് തിരിക്കുമെന്ന് കോൺസുലർ ഏജന്റ് ഡോക്ടർ കെ സനാതനൻ അറിയിച്ചു. അമിതഭാരവുമായി എത്തി എന്ന കുറ്റം ചുമത്തി ROP ഇദ്ദേഹത്തിന്റെ പാസ്പോർട്ട് തടഞ്ഞുവെച്ചിരിക്കുകയായിരുന്നു. ROP ഓപ്പറേഷൻ ഹെഡിനോട് അപേക്ഷ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പാസ്പോർട്ട് വിട്ടുകിട്ടുകയും നടപടികൾ പൂർത്തിയാക്കി ഞായറാഴ്ച അഹമ്മദാബാദിലേക്ക് തിരിക്കുമെന്നും സനാതനൻ പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ കൂടെ രക്ഷപ്പെട്ട 10 ഗുജറാത്ത് സ്വദേശികൾ കഴിഞ്ഞ ദിവസം നാടണഞ്ഞിരുന്നു. ദുബായിൽ നിന്ന് സോമാലിയയിലേക്ക് ചരക്കുമായി പോവുകയായിരുന്ന ഇന്ത്യൻ കപ്പലാണ് ഹാസിക്കിന് സമീപം ദിവസങ്ങൾക്ക് മുമ്പ് ഉൾക്കടലിൽ കത്തിനശിച്ചത്. ക്യാപ്റ്റൻ ഉൾപ്പെടെ 11 പേരാണ് കപ്പലിലുണ്ടായിരുന്നത്. ഇവരെ നാട്ടുകാരുടെ സഹായത്തോടെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ചരക്കുകപ്പലിലുണ്ടായിരുന്ന 80 വാഹനങ്ങളും കെട്ടിട സാമഗ്രികളും കത്തിനശിക്കുകയും ചെയ്തു. അടുത്ത മാസം ഖത്തറിൽ നടക്കുന്ന ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിനു മുന്നോടിയായ ആദ്യ അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ ഒമാന് തകർപ്പൻ വിജയം. അബുദാബിയിലെ ബനിയ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ചൈനയെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് റെഡ് വാരിയേഴ്സ് തകർത്തത്. രണ്ടാം പകുതിയിലായിരുന്നു 2 ഗോളുകളും പിറന്നത്.
ആദ്യ പകുതിയിൽ ഇരു ടീമുകളും മികച്ച മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും ഗോൾ മാത്രം അകന്നുനിന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ റെഡ് വാരിയേഴ്സ് കൂടുതൽ ആക്രമിച്ചു കളിച്ചതോടെ ലക്ഷ്യം കാണുകയായിരുന്നു. മുന്നേറ്റ നിരയുടെ കരുത്ത് പ്രകടമായ മത്സരത്തിലെ വിജയം കോച്ച് ബ്രാങ്കോ ഇവാൻകോവിക്കിന്റെ കുട്ടികൾക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ്. മത്സരം കാണാൻ കാണികൾക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. ജനുവരി 6-ന് UAE-ക്കെതിരെയാണ് ഒമാന്റെ അടുത്ത സൗഹൃദ മത്സരം. മഞ്ചേശ്വരം CHC-യിൽ ഡെന്റൽ ഹൈജീനിസ്റ്റ് തസ്തിക രൂപവൽക്കരിക്കണമെന്നാവശ്യപ്പെട്ട് MLA AK അഷ്റഫിന് ഒമാൻ ഡെന്റൽ ഹൈജീനിസ്റ്റ് അസോസിയേഷൻ പ്രതിനിധികൾ നിവേദനം നൽകി. കേരളത്തിലെ ഡെന്റൽ യൂണിറ്റുകളിൽ ഡെന്റിസ്റ്റ് ഉണ്ടായിട്ടും ഹൈജീനിസ്റ്റ് തസ്തികയില്ലാത്ത 49ഓളം യൂണിറ്റിൽപ്പെട്ട ഒന്നാണ് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം CHC. IDHAയെ പ്രതിനിധീകരിച്ച് വൈസ് പ്രസിഡന്റ് നസീർ നെല്ലിശ്ശേരി, നസറുദ്ദീൻ കൊണ്ടോട്ടി, ജോയിന്റ് സെക്രട്ടറിമാരായ ഹക്കീം ചെർപ്പുളശ്ശേരി, അബ്ദുൽ നിസാർ താനൂർ എന്നിവർ പങ്കെടുത്തു. ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് അംഗം ലത്തീഫ് ഉപ്പള, മസ്കത്ത് KMCC കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി നവാസ് ചെങ്കള എന്നിവർ സംബന്ധിച്ചു. ഓടകളിൽ നിന്നും മറ്റും ഒഴുകിയെത്തുന്ന മലിനജലത്തിൽ നിന്ന് ബയോഗ്യാസ് നിർമ്മിക്കാനുള്ള പദ്ധതിയുമായി നമ വാട്ടർ വിഷൻ 2040ന്റെ ഭാഗമായി രാജ്യത്തിന് സാമ്പത്തിക വളർച്ചയുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതോടൊപ്പം മലിനജലത്തിൽ നിന്നുള്ള നിരവധി പദ്ധതികളും നിലവിലുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ മലിനജലത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കൽ, ജൈവ മാലിന്യ വൈദ്യുത പദ്ധതി ഉപയോഗിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഇന്ധനം ഉൽപ്പാദിപ്പിക്കൽ, കാർഷിക എണ്ണകളിൽ നിന്ന് ഏവിയേഷൻ എണ്ണ ഉൽപ്പാദിപ്പിക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടും. ബയോഗ്യാസ് നിർമ്മാണത്തിന് നിരവധി ഘട്ടങ്ങളുണ്ടെന്നും ഓക്സിജൻ ഇല്ലാതെ ബയോ മെറ്റീരിയൽ വേർതിരിക്കേണ്ടതുണ്ടെന്നും അധികൃതർ പറഞ്ഞു. ഗ്രീൻ ഏവിയേഷൻ എണ്ണ ഉൽപ്പാദനം വരെ ഉണ്ടാക്കാനുള്ള കഴിവ് ഈ നീക്കം കാരണമുണ്ടാകും. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അംശം കുറഞ്ഞ ഏവിയേഷൻ ഇന്ധനവും ഇതിൽ ഉൾപ്പെടും. പദ്ധതി വളരെ ചിലവ് കൂടിയതാണെങ്കിലും മലിനജലവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി പറഞ്ഞു. പദ്ധതികൾ നടപ്പാക്കാനുള്ള സാധ്യതാ പഠനമാണ് നമ വാട്ടർ ഇപ്പോൾ നടത്തുന്നത്. ബയോഗ്യാസും ബയോ എണ്ണകളും ഉൽപ്പാദിപ്പിക്കാനുള്ള നീക്കങ്ങൾ നമ വാട്ടറിന് വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. നിലവിൽ മാലിന്യത്തിൽ നിന്ന് ശുദ്ധീകരിച്ചെടുത്ത ജലവും ശുദ്ധീകരിച്ച മാലിന്യത്തിൽ നിന്നുള്ള വളവും നമുക്ക് വരുമാനമുണ്ടാക്കുന്നുണ്ട്. ഒമാനിൽ സലാല ഒഴികെ 60 മലിനജല ശുദ്ധീകരണ പ്ലാന്റുകളാണ് നമുക്കുള്ളത്. ക്രോക്സ് ബ്രാൻഡ് ചെരുപ്പ് മോഡലിൽ അലങ്കാരപ്പണികൾ ചെയ്യാനായി ഇറക്കിയ ക്രോക്സ് ആണ് വിപണിയിലെ പുതുതാരം. സ്വദേശി വിദേശി വ്യത്യാസമില്ലാതെ ബാല്യകൗമാരങ്ങളുടെ ഇടയിൽ ക്രോക്സ് സ്റ്റിക്കറുകൾ ഇപ്പോൾ ട്രെൻഡായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ട ക്ലബ്ബുകളുടെയും താരങ്ങളുടെയും രൂപവും പതാകയുമൊക്കെ അടങ്ങിയ ക്രോക്സ് സ്റ്റിക്കറുകൾ വാങ്ങി ക്രോക്സ് കോപ്പി ചെരുപ്പുകളിലൊട്ടിച്ച് നടക്കുന്നത് ഒരു ഹരമായി കൊണ്ടിരിക്കുകയാണ്. ചെറിയ വിലയ്ക്ക് കിട്ടുമെന്നതിനാൽ ഒരേ സമയം നിരവധി സ്റ്റിക്കറുകൾ സ്വന്തമാക്കി മാറി മാറി ഒട്ടിച്ച് കൂട്ടുകാർക്കിടയിൽ ഹീറോ ആവുകയാണ് കുട്ടികളും ബാല്യക്കാരും. കുട്ടികൾ ക്രോക്സ് ചോദിച്ചു വരുമ്പോൾ ആദ്യമൊക്കെ അത് എന്താണെന്ന് മനസ്സിലായിരുന്നില്ല. അന്താരാഷ്ട്ര വിപണിയിൽ താരമാണ് ക്രോക്സ് എന്ന് വൈകിയാണ് മനസ്സിലായതെന്ന് മത്രയിലെ വ്യാപാരിയായ അനസ് പറയുന്നു. നിറയെ ദ്വാരങ്ങളുള്ള ക്രോക്സ് ചെരുപ്പ് ഫാഷൻ ലോകം കീഴടക്കിയിട്ട് കാലം കുറേയായി. ക്രോക്സ് മോഡൽ ചെരുപ്പുകളിൽ വായുവും വെള്ളവും കയറാനായി ഉണ്ടാക്കിയ തുളകളിലാണ് അലങ്കാര ആക്സസറികളായി ഇറക്കിയ സ്റ്റിക്കറുകൾ ഒട്ടിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.